ഹായ്, ഞാൻ തൊമ്മൻ. എൻ്റെ സുഹൃത്ത് സുധീർ മേനോൻ നല്ലൊരു ട്രെയിനറാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊന്നിച്ച് ട്രെയിനിങ്സ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വീഡിയോ എന്നെപ്പറ്റി വേണമെന്ന് പറഞ്ഞപ്പം എന്നെപ്പറ്റിയോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പോഴാണ്, എന്താ ഞാനത്ര മോശമൊന്നുമില്ലല്ലോ. എൻ്റെ ഹിസ്റ്ററി, ഞാൻ സ്കൂളിൽ പഠിച്ചത് 4 സ്കൂളിലാണ്. 4 വരെ ഇവിടെ അടുത്തൊരു സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര കുസൃതിയായിരുന്നു. അപ്പം എൻ്റെ അമ്മ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഇവനെ എവിടെയെങ്കിലും കൊണ്ട് ഹോസ്റ്റലിലാക്കണം. ഞാൻ വിചാരിച്ചില്ല എൻ്റെ അപ്പൻ ഇത്ര അനുസരണ ഉണ്ടെന്ന്. എന്നെ കൊണ്ട് കോയമ്പത്തൂർ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി. 2 വർഷം പഠിപ്പിച്ചപ്പോഴാണ് വീട്ടുകാർ പറയാൻ തുടങ്ങി, ഭയങ്കര ചിലവാ, ഹോസ്റ്റലൊക്കെ നിർത്തിയിട്ട് 4 പിള്ളേരുണ്ട്, നടക്കില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അങ്ങനെ കൊണ്ടുവന്നത് പാലക്കാടുള്ളൊരു ഗവൺമെൻറ് സ്കൂളിലേക്കായിരുന്നു. ഒരു എന്താ പറയുക, നൊട്ടോറിയസ് സ്കൂളെന്ന് പറയാവുന്ന അന്നത്തെ അവസ്ഥയിലുണ്ടായിരുന്ന എൻ്റെ സ്കൂള്. അവിടെ 1 വർഷം പഠിപ്പിച്ചപ്പോഴാണ് ഇക്കണക്കിന് പോയവൻ ശരിയാവില്ല എന്ന് തോന്നുകയും എൻ്റെ ഗ്രാൻഡ് മദർ ഷി വാസ് എലോൺ ചങ്ങനാശ്ശേരിയിലായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ഒരു സ്കൂളിൽ പഠിച്ചു, ഹൈസ്കൂളിൽ. 10 കഴിഞ്ഞപ്പോഴാണ് ഇനി എന്താ ചെയ്യേണ്ടത്. പോവാം, വാ, എന്താ ഏറ്റവും നല്ല കോളേജ് ഏതാണ്? പാലക്കാട് ഇട്ടാവുന്ന വിക്ടോറിയ കോളേജ്. അപ്പോൾ അവിടെ കയറി ഏതാ എടുക്കണ്ടേ? മാത്സ് എടുക്കാമല്ല, മാത്സ് എടുത്തു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഇനി എന്താ ചെയ്യേണ്ടത്. എൻട്രൻസ് എഴുത്. PC തോമസിനോട് പോയി പഠിച്ചു, എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പം അത് കിട്ടിക്കഴിഞ്ഞപ്പം ഹലോ, എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്ത് പോയി. അത് എൻട്രൻസ് കഴിഞ്ഞിട്ട് ഏതാ ബ്രാഞ്ച് എടുക്കണ്ടേ എനിക്കറിയില്ല. കിട്ടിയതെന്ന് തന്നോളൂ. പക്ഷേ പഠിച്ചിറങ്ങിയപ്പോഴും ആദ്യം തുടങ്ങിയത്, പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയത് ഞാൻ ബിസിനസ്സായിരുന്നു. പ്രോംപ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് എൻ്റെ പേര്. എന്താ ചെയ്യുന്നത്? അന്ന് DTP അല്ല, അതിനു മുമ്പ് എൻ്റെ സെമിനാറും പ്രോജക്റ്റുകളും എൻ്റെ ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചെയ്തു. ആ വർക്കൊന്ന് പിക്ക് ചെയ്ത് വന്നപ്പോഴാണ് പ്രോംപ്റ്റ് കമ്പ്യൂട്ടേഴ്സ് DTPയിലേക്ക് മാറിയത്. DTP പൊങ്ങി വന്നു. പക്ഷെ ഒരുപാട് DTPകൾ വന്നപ്പം പതുക്കെ ഒന്ന് ചവിട്ടി അവിടുന്ന് സർവീസിങ്ങിലേക്ക് മാറി. അന്ന് സർവീസ് പാലക്കാട് കാര്യമായിട്ടില്ല. അപ്പം അതൊന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ പഠിച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങി, ആൾക്കാരെ വെച്ചു, കുഴപ്പമില്ല, നന്നായിട്ട് പോകണു. പ്രോംപ്റ്റ് കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് സർവീസ് പ്രോംപ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറി. AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒക്കെ എടുത്ത് അത് നല്ല രസമായിട്ട് പോകുന്നു. അപ്പോഴാണ് എന്നാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കൂടെ വിറ്റൂടെ? വിൽക്കാലോ. അപ്പോൾ അടുത്തത് തുടങ്ങുന്നു പ്രോംപ്റ്റ് പെരിഫറൽസ്, സെയിൽസ് ടാക്സ് ഒക്കെ രജിസ്ട്രേഷനൊക്കെ എടുത്ത് സെയിൽസ് തുടങ്ങി. പിന്നെയാണ് നമുക്ക് ഇവിടെ എൻജിനീയേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. കാരണം ആൾക്കാർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ സർവീസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം, പ്രോംപ്റ്റ് ഇൻഫർമാറ്റിക്സ്, CMS എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് ഞങ്ങൾ ഹാർഡ്വെയർ പഠിപ്പിച്ചു. അപ്പം നല്ല ആൾക്കാരെ ഞങ്ങളും എടുത്തു, കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അത്ര നല്ല രീതിയിലല്ല പോണത്. റെയിൻബോ കമ്പ്യൂട്ടർ ഇൻഫർമാറ്റിക്സ് അടുത്തൊരെണ്ണം തുടങ്ങി, അതും കുഴപ്പമില്ല. ഇപ്പോഴാലോചിച്ച് എന്തൊക്കെയാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻഷുറൻസിൻ്റെ സർവേയർ ലൈസൻസ് എടുക്കുന്നു, ഞാൻ ഇൻഷുറൻസ് സർവേക്ക് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് JC കയറിയിട്ടുള്ളത് കാരണം അവിടുന്ന് ട്രെയിനിങ് ലെവലിൽ കയറി ഞാൻ ഇൻ്റർനാഷണൽ ട്രെയിനറായി. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ചെയ്യണു. കറക്റ്റായിട്ട് പറയാം എൻ്റെ അമ്മയാണ്, മോനെ എന്താ അമ്മ നിൻ്റെ ജീവിതം പറ അമ്മ, നായിൻ്റെ പോലെയാണ്. എന്താ അമ്മ, നായ്ക്ക് നിൽക്കാനൊട്ട് നേരമില്ല, ഓടിട്ടൊട്ട് കാര്യമില്ല. ശരിയാട്ടോ, എന്തൊക്കെയോ ചെയ്തു, എന്താ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. അങ്ങനെയാണ് ഞാനൊന്നിരുന്ന് ആലോചിച്ച് ഇതെല്ലാം മാറി ഞാൻ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്നത്. ടേണിംഗ് പോയിന്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു തുടങ്ങിയപ്പോൾ 5 ദിവസമായിരുന്നു, പിന്നെ 6 ദിവസമായി, 7 ദിവസമായി. എല്ലാ ദിവസങ്ങളും രാവിലെ 6 തൊട്ട് രാത്രി 12:30 വരെ 302 എണ്ണം എടുത്തു. അതിൻ്റെ ജേണിയിലും ഇടയ്ക്ക് ഒരുപാട് മാറി. എഞ്ചിനീയറിംഗ് കോളേജിൽ എടുത്തെടുത്ത് പോയപ്പോഴാണ് മാനേജ്മെൻറ്റ് കോളേജിൽ എടുത്തു തുടങ്ങിയത്. ഇതെന്താ ഈ MBA കോളേജിലെ കുട്ടികളെയൊക്കെ ടീച്ചർമാരിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് ബോർഡിൽ എഴുതി പഠിപ്പിച്ചു കൊടുത്ത് പാസ്സാക്കണം, ഇതിങ്ങനെ അല്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഞാൻ അന്നൊക്കെ വിദേശത്ത് ഒരുപാട് ട്രെയിനിങ് എടുക്കുമായിരുന്നു. എനിക്ക് MBAക്ക് ക്ലാസ് എടുക്കാൻ അവസരം തന്ന ലെഫ്കെ യൂണിവേഴ്സിറ്റി സൈപ്രസിലാണ്, യൂറോപ്പിൽ. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ കൂടെ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. കൊള്ളാലോ, അങ്ങനെ ഒരു കോളേജ് തുടങ്ങിയാലോ എന്ന ആഗ്രഹവുമായിട്ടാണ് ഞാൻ ലീഡ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങി. ഒന്നും അറിയില്ല. ഫസ്റ്റ് ഇയർ എല്ലാം ആയി, കുട്ടികളെ അടക്കം എടുത്തിട്ട് എനിക്ക് അപ്രൂവലിനൊരു ഇഷ്യൂ വന്നു, കിട്ടിയില്ല. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയാണെന്നുള്ളത്. എന്തായാലും കൊള്ളാം, അതിൽ നിന്ന് പഠിക്കുകയായിരുന്നു.
ആ കുട്ടികളിൽ പകുതി കൂടുതൽ പേരും തൊമ്മ നമുക്ക് അടുത്ത വർഷം പഠിച്ചാലോ, അടുത്ത വർഷത്തേക്ക് അഡ്മിഷൻ തരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ബാച്ചുകൾ പഠിച്ചിറങ്ങി. ഇപ്പം കേരളത്തിലെ 2ാമത്തെ സ്ഥാനം, സൗത്ത് ഇന്ത്യയിലത്തെ 10 ബെസ്റ്റ് കോളേജുകളിൽ ഞങ്ങൾക്ക് പെടാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം. ഈ വർഷം നമുക്ക് എല്ലാ കോളേജുകളും അല്ല, കുറേ കോളേജുകളെങ്കിലും സീറ്റുകൾ കുറച്ചപ്പം ഒന്ന് കൂട്ടിയാലോ. അഹങ്കാരം 150 സീറ്റ് അംഗീകാരം ഉണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം വരെ 150 സീറ്റുകളിലിരുന്നത് കഴിഞ്ഞ കൊല്ലം 180 കുറച്ച് എക്സ്ട്രാ ഒരു സ്കീമിലെടുക്കുകയും ചെയ്ത് ഞങ്ങൾ ഇപ്രാവശ്യം 300-ന് അപ്ലൈ ചെയ്തു. കുട്ടികളെ കിട്ടുമോ അറിയില്ല, പക്ഷേ 300 കുട്ടികളും കയറി സീറ്റ് ക്ലോസ് ചെയ്തു. കുറച്ച് പേരോടെങ്കിലും ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയേണ്ട വന്നിട്ടുണ്ട്. എന്താണ് പറ്റാത്തത്? നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കതും പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പം എൻ്റെ കരിയറിൽ എനിക്ക് 1-2 വലിയ കാര്യങ്ങളെന്ന് പറയണത് കിട്ടിയത്, ഒന്ന് ഗിന്നസ് റെക്കോർഡായിരുന്നു. അതിന് മുമ്പ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കിട്ടി, ഗിന്നസ് റെക്കോർഡ് കിട്ടി. ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ഒന്ന് ചെയ്ത് നോക്കിയപ്പം കിട്ടി. അങ്ങനെ ആ ജീവിതത്തിൽ ഞാൻ പലതും പഠിച്ചൊരു കാര്യം, നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കുമ്പം നമുക്കത് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരുപാട് സ്ഥലത്ത് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ കണ്ടത്, ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യം നടക്കും, ഇറങ്ങിക്കിട്ടാൻ മാത്രമേ ഉള്ളൂ പാട്. അതങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.